ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 20 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോംബെ കറാച്ചി ഹൽവ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ കുറുകാനൊക്കെ ആയിട്ട് വെച്ച് കുറച്ച് സമയമൊക്കെ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. ഉണ്ടാക്കാൻ ഒരു ഇത്തിരി മെനക്കേടുള്ള സംഭവമാണ്. പക്ഷേ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഹൽവയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അര കപ്പ് കോൺഫ്ലവറാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവറിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇളക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. വെള്ളം ചേരുമ്പോൾ അതിങ്ങനെ തിക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് കുഴപ്പമില്ല. നന്നായിട്ട് സമയം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കലക്കി ഒരു കട്ട പോലും ഇല്ലാതെ ലൂസാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചസാര ലായനിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 കപ്പ് കോൺഫ്ലവറിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങളിനി അര കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ നേർപകുതി. അപ്പോൾ 2.5 കപ്പ് പഞ്ചസാരയിലേക്ക് 2.5 കപ്പ് തന്നെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം വരയ്ക്ക്. അത് ഫുള്ള് ലായനി പഞ്ചസാര ലൂസാവണത് വരെ നമ്മളൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇനി നമ്മളതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ കലക്കി എടുക്കണം. കാരണം അത് അടിയിൽ ഊറി കട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ചൂടാവും തോറും പെട്ടെന്ന് അത് തിക്കായിട്ട് വരും, പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാത്രം ചെറുതായതുകൊണ്ട് അതൊരു അര കപ്പ് കോൺഫ്ലവർ വെച്ചിട്ടുള്ളത് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി ക്വാണ്ടിറ്റി വേണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ഉരുളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ട്രേ ഒന്ന് ഒരുക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ട്രേയിലേക്ക് നമ്മുടെ കേക്ക് ടിന്നാണ്, അതിലേക്ക് ഞാൻ നെയ്യ് പരത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് കാഷ്യൂ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ പാത്രം സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബദാമോ ഇനിയിപ്പോൾ വേണമെങ്കിൽ തേങ്ങാക്കൊത്തോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ട്രേ അവിടെ സെറ്റായി ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കോൺഫ്ലവർ ഇവിടെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2.5 ടീസ്പൂണ് നെയ്യ് ഞാൻ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഹൽവ എന്ന് പറയുമ്പോൾ ഇത്തിരി ഓയിലി ആണല്ലോ, അതിൽ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കാറുണ്ട് തോന്നുന്നു. നമ്മളിപ്പോൾ ഇതിലേക്ക് നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 8 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അല്പം കളറ്, ഹൽവ ആകുമ്പോൾ ഇത്തിരി കളറ് വേണമല്ലോ, കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം ഓറഞ്ച് കളർ ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളറ് താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടിപ്പോവരുത്, കാരണം അപ്പോൾ അതൊരു മഞ്ഞൾ പെട്ടെന്ന് ചുവയ്ക്കുമല്ലോ മഞ്ഞൾ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ധൈര്യമായിട്ട് കളറ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആയിക്കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഫ്ലെയിമും കുറച്ച് വെച്ചേക്കാണ്. പ്രത്യേകിച്ച് ഇത് സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉരുളി ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു പകുതി കുറുക്കം നന്നായി ഇങ്ങനെ മുറുകി വരണ ഒരു ടൈം നമുക്ക് മനസ്സിലാവുമല്ലോ ഇളക്കുമ്പോൾ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പ് നന്നായി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏലക്ക മാത്രമായിട്ടുള്ള പൊടിയാണ്
അങ്ങനെയുള്ള പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഇത്രയും പറയുന്ന അളവിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം സൈഡിൽ നിന്നൊക്കെ വിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് സമയം കൂടി മതി, നമുക്കുള്ള ഹൽവ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ട് വെച്ചെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് സൈഡിൽ നിന്ന് വിട്ട് വരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം അതിലേക്ക് ഞാൻ ലാസ്റ്റത്തെ 1 ടീസ്പൂണ് നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം സമയം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആ ട്രേയുടെ മേൽഭാഗം ഒന്ന് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലുമോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ഇതാക്കി കൊടുക്കാം. കാരണം എല്ലാ ഭാഗവും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് ഒഴിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ചിലപ്പോൾ നടുവിൽ മാത്രം ഇത്തിരി കനയായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കാമെന്ന് മാത്രം. ഇനി ഞാനൊരല്പം മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഉണക്കമുന്തിരി അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇട്ടു എന്ന് മാത്രം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരല്പം വെളുത്തുള്ളും കൂടെ, നമുക്ക് ഈ വെളുത്തുള്ളി ഹൽവയുടെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് സെറ്റായി കിട്ടും. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗം നല്ല ഹാർഡായിട്ട് വരും, സെറ്റായി വരും. പക്ഷേ ഉള്ളിലേക്ക് ചൂടാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചൂടാറാതെ ട്രേയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹൽവ റെഡിയായി കിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡൊന്ന് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് തട്ടി മാറ്റുമ്പോൾ എളുപ്പമായിരിക്കും. അത് നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറാച്ചി ഹൽവയാണ്. അപ്പോൾ ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. കോൺഫ്ലവറൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൽവ ഇരിക്കുന്നത്. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ. നല്ല സ്മൂത്താണ് ഹൽവ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ മധുരം, ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക്, എനിക്കിപ്പോൾ ഇതിൻ്റെ മധുരം ഇത്തിരി കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. മധുരത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് മധുരം കൂടി തോന്നി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഹൽവ എന്ന് പറയുമ്പോൾ നല്ല മധുരമില്ലായിരിക്കും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൽവ ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.